ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തിയാണിത്. ഇത് നമുക്കിപ്പോൾ പുറത്ത് പോയി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു പട്ട, അതുപോലെ ഒരു 5-6 കുരുമുളക്, ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ അരിയിലേക്കുള്ള അളവാണ് കേട്ടോ. അപ്പോഴത്തെ ഒരു ഉള്ളി മതി. ഇത് നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളറായിട്ട് നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ മൊത്തം മാറും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ കളർ ആക്കരുത് നമ്മൾ ഈ അറേബ്യൻ റൈസൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3 തക്കാളി, അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന നമുക്ക്. അപ്പോൾ ഇത് കീറാണ്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ആ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, വെളുത്തുള്ളി ആ ഒരു മിക്സാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളം ചേർക്കാണ്ട് നിങ്ങൾ അരച്ചെടുക്കുക. നല്ല കളറുള്ള തക്കാളി ആണെങ്കിൽ ചോറിന് നല്ലൊരു റെഡ് കളറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം കളറില്ലെങ്കിൽ ആ ഒരു ലൈറ്റ് കളറാണ് കിട്ടുക. ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ്. അറേബ്യൻ മസാല, മന്തി മസാല എന്നൊക്കെ പറയുന്ന മസാലയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിതിൽ ഈ ഒരു ഇതിലാണ് നമ്മൾ ചോറും കൂടെ വേവിക്കുക, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഒരു ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും കേട്ടോ. അതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചിക്കൻ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സെർവ് എന്ന സമയത്തൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കഷ്ണങ്ങളാക്കിയിട്ടോ 4 കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ചിക്കന് മുറിച്ചെടുക്കുക. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു കപ്പിന് 1.5 കപ്പ് കേട്ടോ. ഒരു ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ തിളപ്പിച്ച വെള്ളം നല്ല സാധാരണ വെള്ളമാണ്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 2 ചെറുനാരങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഡ്രൈ ലെമൺ ചേർക്കണില്ല കേട്ടോ. അത് കപ്സ മസാലയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഹോളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ചിക്കൻ ഇതിൽ നിന്ന് നമ്മൾ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ചിക്കൻ മാറ്റുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 കിലോ അരിയാണിത്. ഇത് ബസ്മതി ലോങ് ഗ്രെയിൻ റൈസാണ്. ഇത് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ളതാണ്. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി, അതിൽ കൂടുതൽ നിങ്ങൾ വെക്കണ്ട. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂറിലേറെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ചു വെക്കട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനൊന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്കാണ് ഇത് നിർബന്ധമാണ് കേട്ടോ, അതുണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മന്തി മസാല തന്നെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൊത്തം ഞാൻ മന്തി മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ ചോറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാഗി ക്യൂബ്സ് അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല, പക്ഷേ ഇതുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ.
ഇനി ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കന് മുഴുവനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുങ്കുമപ്പൂവ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 1/2 ടീസ്പൂണും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ചിക്കൻ ഒരു നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കളർ ചേർക്കരുത്, കളർ ഹെൽത്തി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സാഫ്രൺ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കാണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക 2 ഭാഗത്തും. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ആ ഒരു ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടിപ്പോകും കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കില്ല, മന്തിയിൽ അത്ര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആരും മുളക് പൊടിയൊന്നും ചേർക്കരുത്, അപ്പോൾ മൊത്തം ടേസ്റ്റ് മാറും. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ സമയം കൊണ്ട് തന്നെ നമ്മളെ ചിക്കന് ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് ഞാനൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അപ്പോൾ വെള്ളം ഒന്നായിട്ട് വറ്റിപ്പോവും, നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ദം ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതിന് വേറൊരു പാത്രം വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാനിപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ചോറെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു 4-5 പീസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റീം ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആവിയൊക്കെ കയറി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഒരു ചാർക്കോൽ പീസാണ്, അതൊന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുകയും. ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ, ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ചിക്കൻ അടി കരിഞ്ഞു പോകും കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർക്കോൾ പീസൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ചോറൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചോറ് നമ്മൾ നേരത്തെ വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ചോറ് നമ്മൾ മാറ്റണം കേട്ടോ. നമുക്ക് അടിയത്തെ ചിക്കന് കിട്ടണം. ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിൽ കിടന്നിട്ടുള്ള ആ ഒരു ചോറും ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം. ആ ചോറിന് കുറച്ചൊരു യെല്ലോ കളറൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ആ ഒരു മസാലേൻ്റെ ആ ഒരു കളറൊക്കെ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചോറ് വിളമ്പാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.